കേരളത്തിന്റെ സർക്കാർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സർക്കാരാണ് എന്ന ഒരു വാദം ഉന്നയിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന് അദ്ദേഹം പറയുന്ന മറുപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്ത് വലിയ പ്രതിസന്ധി നേരിട്ട സമയത്തും കേരളം അതിനെ ഒറ്റക്കെട്ടായി നേരിട്ടു, നാം അതിനെ ഒറ്റക്കെട്ടായി ചെറുത്തു എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ആ സമയത്തും ഇതിൽ പ്രധാനമായി പങ്കുവഹിച്ച ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിനെ പറ്റി ഒരു വാക്കുപോലും അദ്ദേഹം വേദിയിൽ വെച്ച് സംസാരിക്കുന്നില്ല. എല്ലാത്തിനും കാരണം നാമാണെന്ന് പറയുമ്പോൾ പോലും അതിൽ എൻ്റെ സർക്കാർ, അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന തൻ്റെ സർക്കാരാണ് അതെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തത് എന്ന് പറയാതെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് വർഷങ്ങൾക്ക് മുമ്പുള്ളതുപോലെയല്ല ഇപ്പോൾ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ചുവെന്നും അക്കാദമിക് ഇടങ്ങളിലെല്ലാം വലിയ നേട്ടം കൈവരിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. SSLC പരീക്ഷയിൽ ചോദ്യപേപ്പർ ഉണ്ടാക്കുവാൻ സാമ്പത്തികപരമായ വലിയ ബുദ്ധിമുട്ട് നേരിട്ട സമയത്ത് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാമെന്ന് പറഞ്ഞ സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. EPF പെൻഷൻകാർക്ക് കൃത്യസമയത്ത് പെൻഷൻ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്ന ഒരു ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നു. കോവിഡ് വന്നപ്പോൾ ലോകത്തെ അതിസമ്പന്ന രാഷ്ട്രങ്ങൾ കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണല്ലോ. എന്നാൽ നമുക്ക് കേരളത്തിന് ആ കോവിഡ് മഹാമാരിയെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞല്ലോ. ഒരു ഘട്ടത്തിലും കോവിഡ് മഹാമാരി ഏറ്റവും മൂർധന്യ ദശയിൽ പോയ ഘട്ടത്തിൽ പോലും നമ്മുടെ ആശുപത്രികളിൽ നാം ഒരുക്കിയ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ആ മൂർധന്യ ദശയിൽ പോലും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. ഇതായിരുന്നില്ലല്ലോ ആ കാലത്ത് വലിയ സമ്പന്ന രാഷ്ട്രങ്ങളുടെ അടക്കം സ്ഥിതി. എന്തുകൊണ്ടാണ് അങ്ങനത്തെ അവസ്ഥ വന്നത്? സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ ആരോഗ്യരംഗം ശക്തിപ്പെടുത്താനുള്ള ആർദ്രം മിഷനിലൂടെയുള്ള ഇടപെടൽ, അതാണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ മാറ്റിയത്. അത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ഇനി വേറൊരു ഭാഗം വിദ്യാഭ്യാസ രംഗം. വിദ്യാഭ്യാസ മേഖല, പൊതുവിദ്യാഭ്യാസ മേഖല വലിയ തകർച്ച നേരിട്ടുന്നല്ലോ നമ്മുടെ സംസ്ഥാനത്ത്. ഇന്നതെല്ലാവരും സ്ഥിതി. ആർക്കും ഒരാശങ്കയും ഇപ്പോൾ ഇല്ലല്ലോ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോകുന്നുള്ളത്. പക്ഷേ 2016 മുൻപുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാത്തൊരു നീറ്റൽ മനസ്സിൽ അതല്ലേ കൊണ്ടാടുന്നത്. ഇതിങ്ങനെ തകർന്നു പോയല്ലോ, ഇനി രക്ഷപ്പെടില്ലല്ലോ എന്ന തോന്നലായിരുന്നില്ലേ? സ്കൂളുകൾ ഒന്നിനു പുറകെ ഒന്നായി അടഞ്ഞു പോവുകയായിരുന്നില്ല. ഇപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റം വന്നല്ലോ. എങ്ങനെയാണ് മാറ്റം വന്നത്? നല്ല ഇടപെടലല്ലേ അതിനകത്തുണ്ടായത്. എന്താ ഇടപെടലിൻ്റെ അടിസ്ഥാനം? നമ്മളെന്താ വലിയ സമ്പന്നരാണോ? നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവെന്താ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണോ? എല്ലാ വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മൾ സാമ്പത്തിക രംഗത്ത്. പക്ഷേ അതിനിടക്കും ഈ രംഗം തകർന്നുകൂടാ എന്ന ചിന്ത സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി വരുന്നതാണല്ലോ. അപ്പോഴും മുഖ്യനാലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ പലർക്കും ഇപ്പോഴും പെൻഷൻ ലഭിച്ചിട്ടില്ല. അതിൽ വാർദ്ധക്യകാല പെൻഷനുണ്ട്, അതിൽ ക്ഷേമ പെൻഷനുണ്ട്, അങ്ങനെ പലതരം പെൻഷനുകൾ ഇപ്പോഴും ലഭിക്കാത്ത നിരവധി പേർ കേരളത്തിലുണ്ട്. പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങിയ വൃദ്ധവയോധികരുള്ള നാടാണ് കേരളം.
പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നിരവധി പേരുള്ള നാടാണ് കേരളം. കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ലഭിക്കാത്തത് കൊണ്ട് കർഷക ആത്മഹത്യ നടന്ന നാടാണ് കേരളം. അതുകൊണ്ട് കേന്ദ്രത്തെ പഴി പറയുമ്പോഴും കേരളം കൊടുക്കേണ്ട പല പെൻഷനുകളും ഇന്നും കൊടുത്തിട്ടില്ല എന്ന ബോധ്യം ഉണ്ടാകണം. 40 രൂപയിൽ നായനാർ മന്ത്രിസഭ ആരംഭിച്ച കാർഷിക പെൻഷൻ 1600 രൂപയാക്കി കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാരാണ്. പക്ഷേ അത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ചയാക്കേണ്ട മറ്റൊരു വിഷയമാണ്. EPF പെൻഷൻ വാങ്ങുന്നവർക്ക് പെൻഷൻ ഉയർന്ന രീതിയിൽ നൽകണമെന്ന് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ആ ഉയർന്ന പെൻഷൻ ലഭിച്ചിട്ടുള്ളത് ആകെ 9 പേർക്കാണ്. 17.5 ലക്ഷം പേർ അപേക്ഷ നൽകിയിട്ടുള്ള ആ പദ്ധതിയിൽ ആകെ ലഭിച്ചത് 9 പേർക്ക്. ശരി, കേന്ദ്ര സർക്കാർ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. 17.5 ലക്ഷം പേർ നൽകിയ ഒരു അപേക്ഷയിൽ 9 പേർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകിയത്. കേരളത്തിലെയും അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? എന്തുകൊണ്ട് അത് മുഖ്യമന്ത്രി പരാമർശിക്കുന്നില്ല? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഏത് വേദികളിലും കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒക്കെ താറടിച്ചുകൊണ്ട് സംസാരിക്കുകയും ഒപ്പം ഭരണപക്ഷം മികച്ചതാണെന്ന് പറയുമ്പോഴും അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന പല വാർത്തകളും ഇന്നും കേരളത്തിൽ ഉണ്ട് എന്ന ബോധ്യം ഇടതുപക്ഷത്തിനുണ്ടാകണം. EPF പെൻഷൻകാരുടെ ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി പങ്കെടുത്തപ്പോൾ അവരുടെ വേദനകൾ കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇത്തരത്തിൽ നിരവധി സങ്കടങ്ങൾ സമരാജ്ഞി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ പരിപാടികളിലടക്കം നിരവധി പേർ ഉന്നയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ സങ്കടങ്ങൾ പറയുവാൻ വേണ്ടിയുള്ള ഒരു വേദിയാണ് നവകേരള സദസ് എന്ന് കരുതി പലരും അവിടെ തങ്ങളുടെ സങ്കടങ്ങൾ അപേക്ഷ രൂപേണ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ചാക്കിൽ കെട്ടി മുൻപേ നിർമ്മിച്ച ഒരു മറുപടി നൽകി അവരെ പരിഹസിച്ച് പറഞ്ഞു വിട്ടതല്ലാതെ അതിലൊന്നും യാതൊരു നടപടിയും സ്വീകരിച്ചതായി കണ്ടിട്ടുമില്ല. അപ്പോൾ കേന്ദ്രത്തെ പറയുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ സങ്കടം പറഞ്ഞവർക്ക് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സർക്കാരും എന്ത് ചെയ്തു എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിനുകൂടി മറുപടി പറയണം കേരളത്തിലെ മുഖ്യമന്ത്രി.